അപ്പൊ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ഇടാ, എന്ത് വിശേഷമല്ലായിരിക്കും. ആ തങ്കമണി നേരത്തെ പറയുമ്പോ ആർക്കെങ്കിലും എന്നെ കുളിര് കുത്തുന്നു. അല്ല ഇപ്പൊ ഈ അതിരെല്ലാം മാന്തിട്ട് സ്ഥലം ഇങ്ങനെ എല്ലാരും കൂട്ടുന്നല്ലാതെ ആരും കൊടുക്കുന്നില്ല. ഇപ്പൊ ആർക്കും ഈ സ്ഥലത്തിന്റെ പേരിലല്ല എല്ലാരും ചൊടിക്കുന്നു ഈ കുടുംബക്കാർ. അങ്ങനെ ഈ കാലത്ത് ഇത്ര നല്ല കാതലായ സ്ഥലം ഈ ചെറുത്ത് കൊടുത്ത തങ്കമണിക്ക് എല്ലാരും കൈയടിക്കണം. അപ്പൊ ഞാൻ ഇന്നലെ നേരത്തെ തെയ്യം പോന്നല്ലപ്പാ. അങ്ങനെ ഒരു കൊണ്ട് ചാണം കിട്ടുമെങ്കിൽ അങ്ങോട്ട് പോകുമ്പോന്റെ മൂലക്കല അതാ വരുന്നത്. അപ്പൊ അല്ലേ അതോട് ചോദിച്ചു, എന്തായാലും അതാ നിനക്ക് ഭയങ്കര ക്ഷീണമല്ലോ, എന്തേ ബുദ്ധിമുട്ട്? ഇപ്പൊ 3 ബാല്യക്കാറ്, പിന്നെ എന്തേ ബാല്യക്കാറ് പിള്ളേരുണ്ടപ്പോ എനിക്ക് എങ്ങനെ ബുദ്ധിമുട്ട്? അപ്പൊ എന്നോടില്ല അതാ പറഞ്ഞു, പിള്ളേർ കൊറേ എന്ത് കാര്യം പെണ്ണുപിള്ളേരെ കിട്ടുന്നില്ല. അതിന് പെണ്ണുപിള്ളേടിയില്ല. അടങ്ങ ഉത്സവലുണ്ടപ്പോ പെണ്ണുപിള്ളേർ ഇങ്ങനെ പുതുമയൊക്കെ പുല്ലം പെരുമ്പല് വരും. ആവശ്യത്തിനൊന്നിനും കിട്ടുന്നില്ല. ഇന്നലെ വീട് ഒച്ചയായിട്ടുണ്ടല്ലോ. അതെന്താ മാല ഇട്ടിട്ടുണ്ടായിട്ട് 1 മാസം അങ്ങനെ കിടന്നുറക്കാൻ നല്ല പാങ്ങുണ്ടായി. ഇത് മാല ഊരിട്ട് വരുമ്പോ തന്നെ വലിയൊരു കുപ്പിയും കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് ഒച്ച ഭയങ്കരം. അപ്പൊ ഞാൻ എന്താക്കി, ഇവിടെ കിടക്കാൻ കഴിയാ പറഞ്ഞ് നല്ല കരക്കയിൽ പോയിട്ട് കിടന്നു. അതിന്റെ ഈ ഒച്ചാട്ടത്. അതെയാ, അതിന്റെ പേരില്ല ചെക്കന്റെ പുതിയ പാന്റ് കൊടുത്തത്. അല്ല പുതിയ പാന്റ് പറഞ്ഞാൽ ഇപ്പൊ പാന്റെല്ലാം പച്ച നായി കടിച്ചു വലിച്ചോളത്തെ പാന്റല്ല. അപ്പൊ എനിക്കറിയോ പുതിയ പാന്റ്. അങ്ങനെ ഞാൻ പറക്കുന്നവർക്കോ പറക്കി കൊടുത്തു. അപ്പൊ പുതിയ പാന്റല്ലോ. എന്താ ആക്കലിങ്ങനെ ആയാലും ഇവരടുത്ത് നിങ്ങളോട് വരുമ്പോ കൊട്ടായിട്ട് എന്തോ പറയുന്നുണ്ടായിരുന്നു. അതാ കൊട്ടനെ കാണുമ്പോഴൊക്കെ പാവായിട്ട് എന്തോ ആയിപ്പോയി. കയ്യങ്ങ ആട്ടിനെല്ലാം വിറ്റൂടെ അവന്. ഈ ഇല്ല ആട്ടിന്റെ പച്ച കെട്ടി വലിച്ചിട്ട് ആ കുന്ന് കയറുമ്പോ അവന്റെ മുട്ടിന് പറ്റ തഴഞ്ഞിട്ട് എന്തിനു കൊള്ളുന്നു. പാവായിട്ട് ആ കൽവത്ത് മരിക്കും നോക്കല്ലോ. പാവാത ബേജാറായിട്ട് എനക്ക്. പിന്നെ വരുമ്പോ ആ ഓനാട് ഇരിക്കുന്നുണ്ടല്ലേ നമ്മളെ ലിജി. അപ്പൊ ഞാൻ വിചാരിച്ചു മാലയിൽ ഊരിയല്ലേ ഇന്ന് ഇവിടെ അങ്ങനെ മൊത്തം പറ്റിയിട്ടുണ്ടാകും. ഇല്ല, നല്ല ചെക്കനായിട്ടാണ് ഇരിക്കുന്നത്. നോക്കല നല്ല. ഞാൻ ബേക്കിന്ന് നോക്കുമ്പോ പെണ്ണ് വിചാരിച്ച മുട്ടിയെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അപ്പോഴേക്ക് ആട് ചെക്കനത്. ഇന്നെന്താ കറി വെച്ചിട്ടപ്പോ വീട്ടില്? കറി ഒന്ന് ഇന്ന് പിന്നെ പുളിശ്ശേരി വെച്ചിട്ട് എല്ലാം ചെക്ക ഹോട്ടലിൽ നിന്ന് സാമ്പാർ കൊണ്ടല്ലുണ്ടായിരുന്നു. ഈ സാമ്പാർ കൂട്ടിയിട്ട് ഉപ്പായിട്ട് എനിക്ക് ഇപ്പൊ ഷുഗറും പ്രഷറും ഒന്നും കഴിയുന്നില്ല എനിക്കിപ്പോ. പിന്നെ മോന്റെ ഒക്കെ വിശേഷം ഉണ്ടായില്ല? ആ മോന്റെ 5-6 കൊല്ലായിലോളം മംഗലം കഴിഞ്ഞിട്ട് എന്തോ വിശേഷം ഉണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഓള് അടങ്ങിയിരിക്കണ്ടേ. ഇതാരെയോ പോയിട്ട് കൈകൊട്ടി കളിച്ചിട്ട് കേക്കണോ പിള്ളേർ പാട്ടല്ലോ. ഇപ്പൊ ആ പാട്ട് പാടിച്ചാ പോയി കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ആ പാട്ടെല്ലാം പാടുമ്പോ നിർക്കം തുള്ളിട്ടു. പിന്നെ ആടാ എന്റെ കുഞ്ഞുപാട്ടി ഇന്ന് കറി വെച്ചിനി. കറി ഒന്നുമില്ല, മുടക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ചെക്കൻ. അത് വെച്ചിട്ട് ചെക്കൻ അതുമല്ല ഒന്നും കൊണ്ടില്ല. എന്നാലും ആക്കി കൊടുത്ത നേരെ വണ്ണം തിന്നാ പോരെ. ഇത് രാത്രി എന്നിട്ട് പറയും പൊച്ചയില്ലേ വറുത്തയില്ലേ നേർന്ന് ഞാൻ കൊണ്ട് കൊടുക്കണീ പുറത്തിക്കാതെ. ഞാൻ ഇന്നലെ അമ്പലത്തിലെ ഉത്സവത്തിന് കൂട്ടിട്ട് കുഞ്ഞുപാട്ടിങ്ങളോ? ഏടിയും കൂട്ടില്ല. ഈ വയസ്സുകാരൊക്കെ കൊണ്ടുപോകുമ്പോ നാണക്കെടാന്നല്ലോ പിള്ളേർക്കെല്ലാം. അതുകൊണ്ട് ഞാൻ ഏടിയും പോയില്ല. ഇപ്പൊ ബേക്കലും ബീച്ചിലും എന്തെല്ലാം പരിപാടി ഉണ്ടായിട്ട് അപ്പൊ എന്നെ കൂട്ടിട്ടപ്പ ഞാൻ വാതിൽ മൂട്ടിട്ട് വീട്ടിൽ കിടന്നു. TV വെച്ചെന്ന് മാറ്റാനും അറിയില്ല എനിക്ക്. മാറ്റാൻ അറിയാമല്ലോ. എന്തെങ്കിലും ഇങ്ങനെ മാറ്റി എന്തോ കാണാൻ പറ്റും. ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. മിഞ്ഞാത്തെ ബാബു വെച്ചിട്ടപ്പോ ആ ബാബ് ഈ സ്വത്തെല്ലാം ഓഹരി വെക്കുന്നപ്പോഴേ ബാബെല്ലാം വയ്ക്കലുണ്ടായിന്. അല്ല ഇന്ന് ബാബ് എടുക്കുന്നില്ല അമ്മേ. അങ്ങനെ വിളിച്ചു ചോദിക്കും. സ്വത്തെല്ലാം ഓഹരി വെച്ചിരുമ്പോ അമ്മേനെയും വേണ്ട അച്ഛനും വേണ്ട ബാബും വേണ്ട ഒന്നും വേണ്ട. പൈസ ഒന്നും ഇല്ല ഇപ്പൊ കൈമങ്ങളെ. പൈസ ഒന്നും ഇല്ല. പൈസ ചോദിച്ചാ പറയും ഗൂഗിൾ പേയില്. കൈമൊന്നും ഇല്ല. നിനക്ക് ചേർന്ന് ഈ ഗൂഗിൾ പേ ഇപ്പോഴത്തെ ഇവരെ അല്പം കൂടിയിട്ട് ഗൂഗിൾ പേ ആക്കിയിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല. കാര്യം പറഞ്ഞത് പണ്ട് ആ ചക്കൻ ചെല്ലുണ്ട് നമ്മളെ രമേരെ ചക്കൻ. അതിലെല്ലാം പോകുമ്പോ എന്തൊക്കെ മാറ്റിച്ചാർന്ന് 100 രൂപ തരലുണ്ട്. ഇപ്പൊ ഓനെ കാണാനേ ഇല്ല. എല്ലാവർക്കും വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലുണ്ട്. അല്ല ഓൻ കാണാൻ വേണ്ടിട്ട് അധികം റോഡുമ്പോ നിക്കല്. ഇപ്പൊ വരില്ലേ ഇല്ല ചക്കൻ. അല്ലെങ്കിൽ പണ്ടാ മീൻ വിൽക്കുമ്പോ 50 രൂപയ്ക്ക് മീൻ മേടിച്ച ചട്ടി നിറച്ചുണ്ടായി. ഇപ്പൊ മീൻകാർ വരുന്നില്ല. ഇങ്ങനെ 2 മീൻ പറക്കി വെച്ചിട്ട് പോലും. അപ്പൊ നിങ്ങളെ മോളെ മോക്ക് ആരോ കത്ത് കൊടുക്കാൻ വന്നിനോലും. ആ അതിന്റെ രസം അത് നിങ്ങൾ കേക്ക്. ഇപ്പൊ ആര് വീട്ടിൽ വന്നാലും ഒരു പേര് മറ്റേ ഇത് ബുക്ക് ചെയ്യുന്നില്ല. എന്താ അതിന്റെ പറയേ? ആ
ആ മീശോ ഓൺലൈൻ. ആ ഓൺലൈനിൽ എന്തോ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുതരുന്നു. അപ്പോൾ കൊണ്ടിട്ട് ഒരു പൊതി കൊടുക്കുന്ന ആളുണ്ട്. ഞാൻ എന്താക്കി, ഇവരെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് എല്ലാരോടും പറഞ്ഞു. നാട്ടുകാരെ അവരെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞു ഇത് ഓള് സാരി ബുക്ക് ചെയ്തിട്ടാ കൊണ്ടു കൊടുക്കാൻ പോയത്. ഇന്നെന്തിപ്പോ രാവിലെ ചായക്കാക്കിനി? ചായക്ക് പിന്നെ എന്തിയാക്കേണ്ട ഒന്നുമില്ല, കറണ്ട് ഇല്ലെങ്കിൽ ഒന്നുമില്ല. പണ്ടെല്ലാം ഞാനെല്ലാം 5 10 പെറ്റിട്ട് കടഞ്ഞിട്ടാന്ന് പിള്ളേർക്ക് ദോശ ഇട്ട് കൊടുത്തിന്. ഇപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ ചായയും ഇല്ല, ഒന്നും തിന്നാനുമില്ല. കുളുത്തു കുടിച്ചാൽ പിന്നെ എനിക്ക് ഇങ്ങനെ തെരച്ചിട്ട് ഇങ്ങനെ ഒരേ ഛർദിക്കും. നമ്മളിവിടെ ഒരു പിള്ളേർ വിശ്രമ കേന്ദ്രം കിട്ടീനല്ലോ, അതെന്തെന്ന്? ആ വിശ്രമ കേന്ദ്രം ഞാൻ കണ്ടിന്. ഞാൻ മിനിയാന്ന് പെൻഷൻ മേടിക്കാകുമ്പോ എനിക്ക് ഈടെത്തുമ്പോ ഇങ്ങനെ തല കറങ്ങുമ്പോലായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ഇരുന്നിന്. അതുകൊണ്ട് കുറച്ച് ഭാഗമായിട്ട് ഒറ്റ അടുക്കത്തിലേക്ക്. അപ്പൊ ഇങ്ങനെയല്ലേ കെട്ടുന്ന നല്ല കാര്യം തന്നെ. ഇപ്പൊ തങ്കമണി നേരത്തെ പറഞ്ഞ പോലെ 10 45 കൊല്ലായി. അപ്പൊ തങ്കമണിയോട് ചോദിച്ചു നീ എന്തിനും ഇത്ര അല്ല സ്ഥലം കൊടുത്തിന്? തായനൊരുക്ക് അടുക്കത്തേക്ക് നടന്നിട്ട് എനിക്ക് മടുത്തു. ഇതങ്ങും കിട്ടിയെങ്കിൽ ഒരു വസറ്റം വന്നെങ്കിലോ. 1-ാം തീയതി അപ്പൊ ചെക്കൻ പൈസ ആയിരുന്നില്ലല്ലോ, അതെന്ത് 1-ാം തീയതി? 1-ാം തീയതി ചെക്കൻ പൈസ 600 റുപ്യ കിട്ടലുണ്ട് ചെക്കന്. അങ്ങനെ 100 റുപ്യ എനിക്ക് തരലുണ്ട് ഇപ്പൊ മീൻ മേടിക്കാൻ വേണ്ടിട്ട്. ഇത് 1-ാം തീയതി ബീവറേജ് തുറക്കാതുകൊണ്ട് ഈ ഇങ്ങനെ ബ്ലാക്കിൽ വെക്കുന്ന സാധനത്തിന് 600 റുപ്യ കൊടുക്കണമല്ലോ. അങ്ങനെ ആ 100 റുപ്യ അന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാനതാ ഞാൻ എല്ലാവരോടും പറഞ്ഞത് 100 റുപ്യ എനിക്ക് കിട്ടുന്നില്ല, അത് നിങ്ങൾ 1-ാം തീയതി ഇനി ബാറ് തുറക്കണം എന്ന്. പിന്നെ നമ്മളെ ഈ അതോട് ഞാൻ ചോദിച്ചു, അപ്പൊ നീ ഇപ്പൊ എന്തെങ്ങനെ ബേജാറിൽ പറഞ്ഞ് പിള്ളേർക്ക് പെണ്ണും കിട്ടുന്നില്ല. പിന്നെ വെല്ലുവീട്ടിലെ രാജന്റെ 3 മക്കളും മംഗലം കഴിഞ്ഞു, ചാലിയമ്പള്ളിയിലെ ഓമരയുടെ 3 മക്കളും മംഗലം കഴിഞ്ഞു. എന്റെ പിള്ളേർക്ക് പെണ്ണ് കിട്ടുന്നില്ല. ഒരു ആശ്വാസം തന്നെ രജനിയുടെ ചെക്കനും കഴിച്ചിട്ടാണ്.